ഒരു കൊച്ചു വീട്ടിൽ മാതാപിതാക്കൾക്കും രണ്ട് സഹോദരിമാർക്കുമൊപ്പം ജീവിക്കുകയായിരുന്നു നജീബ്. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നിട്ടും ഉപ്പയും ഉമ്മയും മൂന്ന് മക്കളെയും നന്നായി പഠിപ്പിച്ചു. +2 കഴിഞ്ഞ് നജീബ് തുടർ പഠനത്തിനായി പട്ടണത്തിലേക്ക് പോയി. അവന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും അവനെ നല്ലൊരു ഭാവിയുടെ പടിവാതിൽക്കൽ എത്തിച്ചിരിക്കുകയാണ്. കോളേജ് പഠനത്തിനായി പട്ടണത്തിലെത്തിയ നജീബ് ഒഴിവു സമയങ്ങളിൽ പാർട്ട് ടൈം ജോലിക്കും പോയി തുടങ്ങി. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം അവൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ 3 വർഷം കടന്നുപോയി. നജീബിന്റെ കോളേജ് പഠനം വിജയകരമായി പൂർത്തിയായി. പഠനം കഴിഞ്ഞ ഉടൻ തന്നെ അവനൊരു ഷോപ്പിൽ അക്കൗണ്ടന്റായി ജോലിക്ക് കയറി. ചെറിയ ശമ്പളമാണ് കിട്ടുന്നതെങ്കിലും അവനത് മുടങ്ങാതെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ ഈ ഒരു തുക കൊണ്ട് മാത്രം വീട്ടുചെലവ് നടത്താനും താഴെയുള്ള 2 സഹോദരിമാരെ പഠിപ്പിക്കാനും കഴിയുമായിരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉപ്പാക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് നജീബിന് ഒരു കോൾ വന്നു. നജീബ് കുറച്ച് ദിവസം ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി. ഉപ്പാന്റെ അവസ്ഥയും വീടിന്റെ അവസ്ഥയും കണ്ടപ്പോൾ നജീബിന് വല്ലാത്ത വിഷമം തോന്നി. നല്ല ശമ്പളം കിട്ടുന്ന മറ്റെന്തെങ്കിലും ജോലി നോക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ഉപ്പാനെയും കൂട്ടി നജീബ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഉപ്പാക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നജീബ് പകച്ചു നിന്നുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് നജീബ് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോയി. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നജീബിന്റെ അടുത്തേക്ക് ഒരു പ്രായമായ സ്ത്രീ വന്ന് ചോദിച്ചു, മോനെ, നിനക്കെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. എനിക്ക് നിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നിൻ്റെ ഉപ്പാൻ്റെ ഓപ്പറേഷനും ചെയ്യാം. അവർക്കൊരു നല്ല വീടും വെച്ചു കൊടുക്കാം. പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ നജീബ് പകച്ചു നിന്നുപോയി. നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും പോയി. ഈ കാര്യം നജീബ് തൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് അവർ നജീബിനെ ഉപദേശിച്ചു. ഞാൻ നോക്കിയിട്ട് സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കാനും ഉപ്പാന്റെ ഓപ്പറേഷൻ നടത്താനും ഇതല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല. ഞാൻ അവരെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. നാളെ എൻ്റെ മറുപടി അറിയാൻ അവർ വീണ്ടും വരും. ഞാൻ സമ്മതം പറയാൻ പോവുകയാണ്. നജീബിന്റെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾക്കും അത് സമ്മതിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം നജീബിന്റെ അടുക്കലെത്തിയ ആ ഉമ്മയോട് നജീബ് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചു. ശരി, എങ്കിൽ 2 ദിവസത്തിനകം വിവാഹം വേണമെന്ന് അവരറിയിച്ചു. 2 ദിവസം കഴിഞ്ഞ് അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ആ സ്ത്രീ നജീബിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട് കണ്ട് നജീബ് ഞെട്ടിപ്പോയി. കൊട്ടാര സമാനമായ വീട്. ഇവിടെ കാലുകുത്താൻ പോലും തനിക്ക് അർഹതയില്ലെന്ന് നജീബ് മനസ്സിൽ പറഞ്ഞു. അന്ന് രാത്രി ആ വീട്ടിലെ ബെഡ്റൂമിലിരുന്ന് നജീബ് പലതും ആലോചിച്ചു. ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയോടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? ഓരോന്ന് ചിന്തിച്ച് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ആ വൃദ്ധ റൂമിലേക്ക് കടന്നു വന്നു. കയ്യിലൊരു ഫയലും ഉണ്ടായിരുന്നു. അത് നജീബിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ആ വൃദ്ധ പറഞ്ഞു, എൻ്റെ ഈ വീടടക്കമുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് കേട്ട് നജീബ് ഞെട്ടിപ്പോയി. വൃദ്ധ തുടർന്നു, എനിക്ക് മക്കളില്ല. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാനും മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി. അവർക്ക് എന്നോട് സ്നേഹമോ ദയയോ ഇല്ല. എൻ്റെ സ്വത്തിന് വേണ്ടി അവരെന്നെ കൊല്ലാനും മടിക്കില്ല. ഞാനൊരു ദിവസം മാർക്കറ്റിൽ പോയി വരുമ്പോഴാണ് നജീബിനെ ആദ്യമായി കാണുന്നത്. അവിടെ തെരുവിൽ കിടക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയായിരുന്നു നീ. അതിനുശേഷം ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഈ വൃദ്ധയായ എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നീ നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. എനിക്ക് നീ മകനെ പോലെയാണ്. നീ ഉടനെ മറ്റൊരു വിവാഹം കഴിക്കണം. നാളെ തന്നെ നീ നിന്റെ വീട്ടിൽ പോയി മാതാപിതാക്കളെയും സഹോദരിമാരെയും കൂട്ടി ഈ വീട്ടിലേക്ക് വരണം. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് നജീബിന്റെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷം അവൻ മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പോൾ ആ വൃദ്ധയോടൊപ്പം കൊട്ടാരം പോലെയുള്ള വീട്ടിൽ എല്ലാവരും സന്തോഷമായി കഴിയുന്നു.